ജെഇ മെയിൻ സെഷൻ 2-ന്റെ മൂന്നാമത്തെ ദിവസത്തെ ആദ്യത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഷിഫ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുട്ടികളുടെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു, അവരുടെ റെസ്പോൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എക്സാം ഒരു മോഡറേറ്റ് ടു ഈസി ലെവലിൽ തന്നെയായിരുന്നു. പിന്നെ സാധാരണ കെമിസ്ട്രി ആയിരുന്നു എന്തായാലും മെഞ്ഞാന്നൊക്കെ ഡിഫിക്കൽട്ട്, പക്ഷേ ഇന്ന് മാത്സ് ആയിരുന്നു കുറച്ച് ലെങ്തി. ഇന്ന് മാത്സ് ആയിരുന്നു ലെങ്തി. ഈ കെമിസ്ട്രി ഇന്നലെ ഇങ്ങനെ മാറി മറിഞ്ഞു വരുമായിരുന്നു. രാവിലെ എളുപ്പമായിരുന്നു, വൈകിട്ട് പാടായിരുന്നു. ഇന്ന് എങ്ങനെയായിരുന്നു? ഇന്ന് കെമിസ്ട്രി ഈസി ആയിരുന്നു. ഇന്ന് കെമിസ്ട്രി ഈസി ആയിരുന്നു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കെമിസ്ട്രി ഈസി ആയിരുന്നു, മാത്സ് ലേശം പണിയായിരുന്നു. ലൈക്ക് എന്താ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തത്? ലെങ്തി ഒരു പ്രശ്നം, ലെങ്തി ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടായിരുന്നു. ഫിസിക്സ് കുഴപ്പമില്ല, എളുപ്പമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, മൊത്തത്തിൽ ടൈം മാനേജ്മെന്റ് ഒക്കെ കറക്റ്റായിട്ടൊക്കെ ചെയ്യാൻ പറ്റുമോ? ടൈം മാനേജ്മെന്റ് കുറച്ചുകൂടെ സമയം കിട്ടിയായിരുന്നെങ്കിൽ ചെയ്തു തീർക്കായിരുന്നു. കുറച്ചുകൂടെ സമയം കിട്ടിയതെങ്കിൽ ചെയ്ത് തീർക്കായിരുന്നു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും മോഡറേറ്റ് ആയിരുന്നു. പിന്നെ മാത്സ് കാൽക്കുലേഷൻസ് ഭയങ്കര ലെങ്തി ആയിരുന്നു. സിമ്പിൾ ആയിരുന്നു, പക്ഷെ കാൽക്കുലേഷൻസ് ഭയങ്കര ലെങ്തി ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് മോഡൽ എക്സാംസ് ഒക്കെ അവിടെ ചെയ്ത് തീർത്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് എക്സാം എഴുതാൻ വരുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഗുണം ചെയ്തു? യൂസ്ഫുൾ ആയിരുന്നു. ഇപ്പോൾ അടുത്ത് നടന്ന ബില്യൻ്റെ മോഡൽ എക്സാമിനെക്കാളും സിമ്പിൾ ആയിരുന്നു ഈ പരീക്ഷ. മോഡൽ എക്സാംസിനേക്കാൾ കൂടുതൽ ഇവിടെ സിമ്പിൾ ആയിരുന്നു. ഓക്കെ, സബ്ജക്ട് വൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? സബ്ജക്ട് വൈസ് മാത്സ് കൺസെപ്ച്വലി അത്ര വേണ്ട, ഭയങ്കര ലെങ്തി കാൽക്കുലേഷൻ ആയിരുന്നു. കെമിസ്ട്രിയും ഒരു 2-3 ക്വസ്റ്റ്യൻ ഭയങ്കര ലെങ്തി കാൽക്കുലേഷൻ ആയിരുന്നു, കൺസെപ്റ്റ് അത്ര വേണ്ടായിരുന്നു. ഫിസിക്സ് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ. കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ എക്സാം സെന്ററിലെ ആംബിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? കാരണം എക്സാമിന് കയറുന്നതിന് മുന്നേ ഒരുപാട് ഫ്രിസ്കിങ് ചെക്കിങ് ഉണ്ടായിരുന്നു, അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓക്കെ, നമ്മൾ ഇവിടുത്തെ മോഡൽ എക്സാംസ് കുറേ എണ്ണം എഴുതി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഗുണം ചെയ്തോ? അത് അത്യാവശ്യം നല്ല രീതിയിൽ ഗുണം ചെയ്തു. അവിടെ ഉണ്ടാകും നമ്മൾ മോഡൽ എക്സാമിന് എഴുതി അതേ ക്വസ്റ്റ്യൻസിന് അവർ സ്റ്റാൻഡേർഡ് തന്നെ കീപ്പ് ചെയ്തിട്ടാണോ? അതെ, മോഡൽ എക്സാമിന് സെയിം സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ കുറച്ച് താഴ്ന്ന സ്റ്റാൻഡേർഡ്. കാരണം മോഡൽ എക്സാം അതേ പാറ്റേൺ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഇത് എന്തായാലും നന്നായിരുന്നു മോഡൽ എക്സാം ഗുണം ചെയ്തു. സോ ജെഇ സെഷൻ 2 ഡേ 3 ഷിഫ്റ്റ് 1 കഴിഞ്ഞ് വിദ്യാർത്ഥികൾ നമ്മോടൊപ്പം ഉണ്ട്. ഇവരുടെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു, അതുപോലെയുള്ള റെസ്പോൺസ് ഒക്കെ നമുക്കൊന്ന് എടുക്കാം. സോ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം? ഫിസിക്സും കെമിസ്ട്രി ഈസി ആയിരുന്നു. മറ്റേ ഷിഫ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പമായിരുന്നു. പക്ഷേ മാത്സ് ആണ് പിന്നെ കുറച്ച് ലെങ്തി ആയിട്ടും ടഫ് ആയിട്ടും തോന്നിയത്. സെഷൻ 1 അപ്പിയർ ചെയ്തതായിരുന്നു ആണോ? എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ? മാത്സ് കുറച്ച് ടഫായിരുന്നു, ബാക്കി പിന്നെ കെമിസ്ട്രി ന്യൂമറിക്കൽസ് കുറച്ച് ലെങ്തി ഉണ്ടായിരുന്നു, ബാക്കി ഫിസിക്സ് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതിൽ ഏത് പോർഷനിൽ നിന്നായിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്? കെമിസ്ട്രി ആണെങ്കിൽ ഫിസിക്കലായിട്ടാണ് തോന്നിയത്. ഓർഗാനിക്കൊന്നും തീരെ ക്വസ്റ്റ്യൻസ് ഇല്ല. പിന്നെ ഇൻഓർഗാനിക്കൊന്നും അത്യാവശ്യമുണ്ട്. പിന്നെ ഫിസിക്സ് ആണെങ്കിൽ എല്ലാം ആയിട്ട് ടച്ച് ഉണ്ട്. +1 ആണ് കൂടുതൽ ചോദിച്ചത്, +2 കഴിഞ്ഞും കൂടുതൽ ചോദിച്ചത് തോന്നുന്നു. മാത്സ് പിന്നെ അറിയാവുന്ന വെച്ച്. എങ്ങനെയുണ്ടായിരുന്നു? ഒരു വെയിറ്റേജ് ഒക്കെ എങ്ങനെയാ തോന്നിയത്? സെക്കൻഡ് ഇയറിന് കുറച്ച് വെയിറ്റേജ് കൂടുതലുണ്ടോന്ന് തോന്നുന്നു സെക്കൻഡ് ഇയറിൽ. മാത്സ് അതുപോലെ തന്നെ ലെങ്തി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? ലെങ്തി ക്വസ്റ്റ്യൻസ് ഓക്കെ. മാത്സ് ഒക്കെ ചെയ്യാൻ പറ്റിയായിരുന്നോ കറക്റ്റ് ആയിട്ട് എല്ലാ പ്രോബ്ലംസും കറക്റ്റ് ടൈമിൽ? കുറച്ച്, ബാക്കിയൊക്കെ എളുപ്പമായിരുന്നു. ടൈം മാനേജ് ചെയ്യാൻ പറ്റിയോ പ്രോപ്പറായിട്ട്? കുറച്ച് കുറവുണ്ടായിരുന്നു മാത്സിന് മാത്രം കുറച്ച് കുറവായിരുന്നു, ബാക്കി എല്ലാം ഓക്കെ ആയിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. സോ എക്സാമിന് മുന്നേ ഉണ്ടായിരുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സ്മൂത്ത് ആയിട്ട്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? സ്മൂത്ത് ആയിട്ട് തന്നെ പോയി. ഓക്കെ, താങ്ക് യു. സോ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം? പറഞ്ഞോളൂ. എക്സാം പ്രതീക്ഷിച്ച അത്രയും പാടൊന്നും അല്ലായിരുന്നു. കെമിസ്ട്രി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഫിസിക്സ് അതിൻ്റെയും കൂടെ ചേർത്ത് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എക്സാം ആയിരുന്നു. നല്ലോണം എഴുതാം. ഫിസിക്സും കെമിസ്ട്രിയും നല്ല രീതിക്ക് എഴുതാൻ പറ്റി. മാത്സ് ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ എനിക്ക് +1 +2 മാത്സ് പഠിച്ച ആ ഒരു ഇതിൽ നോക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ചെയ്യാൻ പറ്റി. ഓവറോൾ എനിക്ക് കെമിസ്ട്രി ആയിരുന്നു ഫിസിക്സ് കെമിസ്ട്രി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ടഫല്ല, എന്നാൽ ഉള്ളതിൽ ടഫായിട്ട് എനിക്ക് തോന്നിയത് കെമിസ്ട്രി ആയിട്ട്. ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് സ്റ്റെപ്സ് ഒക്കെ എഴുതി ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നോക്കുവാണെങ്കിൽ അങ്ങനെ ഭയങ്കര ലെങ്തി ആയിട്ടുള്ളതില്ലായിരുന്നു, കുറച്ച് സ്റ്റേറ്റ്മെന്റ് വൈസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പം കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള, ടോട്ടൽ കൺഫ്യൂസിങ് അല്ല, ഒരെണ്ണം നമുക്ക് ഭയങ്കര ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ നമുക്ക് ഇരുന്നൊന്ന് ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ളതായിരുന്നു. പ്രോപ്പറായിട്ട് ടൈം ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റിയായിരുന്നു? ഓൾമോസ്റ്റ് പറ്റിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? പ്രോപ്പറായിട്ട് ടൈം ഒക്കെ മാനേജ് അത്യാവശ്യം ചെയ്യാൻ പറ്റി. സോ ഈ സെന്ററിൽ ഉണ്ടായിരുന്ന ഫെസിലിറ്റീസും അതുപോലെ തന്നെ എക്സാമിന് മുന്നേ ഉണ്ടായിരുന്ന പ്രൊസീജിയേഴ്സും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ പോയി. ആദ്യം എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഫോട്ടോ നമ്മൾ അഡ്മിറ്റ് കാർഡ് വെരിഫൈ ചെയ്ത് കേട്ടിട്ടില്ലേ, അവിടെ മാത്രം ഒരു ചെറിയ ലാഗ് വന്നു. പക്ഷെ ബാക്കിയെല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ഫ്രിസ്കിങ് ആണെങ്കിലും ബാഗ് വെക്കാനുള്ള ഫെസിലിറ്റീസ് ആണെങ്കിലും ഒക്കെ നല്ലോണം പോയി. അതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ട് പോയി. ഇപ്പോൾ ഇറങ്ങി വന്നപ്പോഴാണെങ്കിലും നമുക്ക് ബാഗ് എടുത്തിട്ട് ഇറങ്ങാനുള്ള രീതിയിലൊക്കെ അവർ നല്ല രീതിക്ക് പെട്ടെന്ന് എല്ലാം ഓർഗനൈസ് ചെയ്ത് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു.
അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ നിന്ന് ഇനോർഗാനിക് ആണോ ഓർഗാനിക് ആയിരുന്നോ കൂടുതലായിട്ടും വന്നത്? അത്യാവശ്യം എല്ലാം ബാലൻസ് ചെയ്ത് തന്നെ ക്യുമുലേറ്റീവ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. എല്ലാ പോർഷനും +1 +2 പോർഷൻസിനെ മൊത്തത്തിൽ കവർ ചെയ്ത പോലെയായിരുന്നു അതോ ഏതെങ്കിലും ഒരു ഇയറിൽ കവർ ചെയ്തു. അത്യാവശ്യം എല്ലാ കണ്ടന്റും കവറപ്പ് ചെയ്ത് തന്നെയാണ് കവറപ്പ് ചെയ്ത് തന്നെയാണ് വന്നത്? സോ മൊത്തത്തിൽ എക്സാം ഓക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. എക്സാം ഒരു ഈസി ടു മോഡറേറ്റ് ലെവലിനായിരുന്നു, വല്ലാതെ പണി ഉണ്ടായിരുന്നില്ല. കെമിസ്ട്രി ഒക്കെ എത്ര ആൾ കഴിഞ്ഞ ഷിഫ്റ്റിലൊക്കെ ഭയങ്കര ടഫായിരുന്നു. ഇത് ഇത്തിരിയും കൂടെ എളുപ്പമാക്കി തോന്നി. 3-4 നല്ല ക്വസ്റ്റൻ വെച്ചാൽ ബാക്കിയൊക്കെ ചെയ്യാവുന്ന തന്നെ. ഓക്കെ, മാത്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് ഈസി ആണോ വെച്ചാൽ ഈസിയാണ്, പക്ഷേ ലെങ്തി ആയ പോലെ തോന്നി. എന്ന് പറഞ്ഞാൽ സമയം കിട്ടാത്ത പോലെ. ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു 5-6 ക്വസ്റ്റൻസ് ചെയ്യാൻ പറ്റുന്ന ഈ തന്നെ ഉണ്ട്. എളുപ്പമായിരുന്നു, പക്ഷേ ഇത്തിരി ലെങ്തി ആയിരുന്നു. ഓക്കെ, അങ്ങോട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എളുപ്പമായിരുന്നു. ഫിസിക്സ് കുറച്ച് പണി ഉണ്ടായിരുന്നു, അതിന് കുഴപ്പമില്ല. 2-3 ചോദ്യം മാത്രമേ പണിയുള്ളൂ. ബാക്കി കെമിസ്ട്രി അതെ 2 ന്യൂമറിക്കൽ ചോദ്യം കുറച്ച് പണിയുണ്ടായിരുന്നു, ബാക്കിയൊക്കെ എളുപ്പമായിരുന്നു. ഈ കെമിസ്ട്രി എങ്ങനെയാണ് ഓർഗാനിക് ഇനോർഗാനിക് ഓർഗാനിക് നല്ല ചോദ്യങ്ങൾ 2-3 ചോദ്യങ്ങൾ നല്ല വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിസിക്കലിൽ നിന്ന് ന്യൂമറിക്കൽ ഒരു ചോദ്യങ്ങൾ നല്ല പണിയുണ്ടായിരുന്നു. പിന്നെ മാത്സ് ചെയ്യാൻ പറ്റണമായിരുന്നു ഒക്കെ, പക്ഷെ ടൈം തീരെ കിട്ടിയില്ല. ലെങ്തി ആയിരുന്നു. ഓക്കെ, അവിടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കുറച്ച് എളുപ്പമായിരുന്നു, ഈസി ടു മോഡറേറ്റ് ആയിരുന്നു. പിന്നെ മാത്സ് പതിവിൽ വിപരീതമായിട്ട് കുറച്ച് ഈസി ആയിരുന്നു തന്നെ, പക്ഷെ നല്ല ലെങ്തി ആയിരുന്നു. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി ഈ കഴിഞ്ഞ 2 ഷിഫ്റ്റിൽ നല്ലോണം ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ ഫിസിക്കൽ കെമിസ്ട്രി ചോദിച്ചു, പക്ഷേ ന്യൂമറിക്കൽ ഭയങ്കര വീക്ക് ന്യൂമറിക്കലായിരുന്നു. പിന്നെ ഓർഗാനിക് ചോദിച്ചു, അതെല്ലാം ബാലൻസ്ഡ്. സെഷൻ 1 എഴുതിയ ആളാണ്. സെഷൻ 28 ഷിഫ്റ്റ് 1 ആയിരുന്നു. അത് ഭയങ്കര ഒരു ഹാർഡ് ഷിഫ്റ്റ് ആയിരുന്നു. കമ്പാരിറ്റീവ്ലി ഏതായിരുന്നു? അതിന് ഭയങ്കര ഈസിയാണ് ഇത്, അതിന് കമ്പാരിറ്റീവ്. സെഷൻ 2 കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഓക്കെ, അവിടെ എക്സാം എങ്ങനെ? എക്സാം ഈസി ടു മോഡറേറ്റ് ആണ്. മാത്സ് കുറച്ചും കൂടി ടഫ് ഇരുന്നത്. കെമിസ്ട്രി ഭയങ്കര എളുപ്പമാണ്, ഓർഗാനിക്കിൽ കൂടുതൽ ചോദിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രില്യൻ്റിൽ ഒരുപാട് മോഡൽ എക്സാംസ് എഴുതിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത്രയും മോഡൽ എക്സാംസ് എഴുതിയതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഗുണം ചെയ്തോ? ചെയ്തു. ഫിസിക്സിലെ അതേ ചോദ്യം വാല്യൂ മൊത്തം ചേഞ്ച് ചെയ്ത് ഇവിടെ ചോദിച്ചു. സിമിലർ ക്വസ്റ്റൻസ് ആണ് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. അവിടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നു. സബ്ജക്ട് വൈസ് നോക്കുകയാണെങ്കിൽ ഏതാ കുറച്ചുകൂടി എളുപ്പമായിട്ട്? മാത്സ് ആസ് യൂഷ്വൽ ലെങ്തി, പിന്നെ ഫിസിക്സ് സുഖമായിരുന്നു. കെമിസ്ട്രി ന്യൂമറിക്കൽ കുറച്ച് ടൈറ്റ് ആയിരുന്നു. നമ്മുടെ എക്സാം സെന്റർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓക്കെ, നമ്മുടെ സബ്ജക്ട് വൈസ് നോക്കുവാണെങ്കിൽ ഏതാണ് കുറച്ചുകൂടെ ടഫറായിട്ട് പ്രാവശ്യം തോന്നിയത്? അത് കെമിസ്ട്രി ന്യൂമറിക്കൽ കുറച്ച് ടൈറ്റ് ആയി തോന്നി. ഫിസിക്സ് കുഴപ്പമില്ല, സുഖമാണ്. ഓക്കെ, ടൈറ്റ് എന്ന് പറയാൻ ഇപ്പോൾ ഏതുമില്ല, ഒക്കെ സുഖമാണ്. ചെയ്യാൻ പറ്റുന്നതായിരുന്നെല്ലാം അതെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി എക്സാം എഴുതാൻ വരുന്നവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ? ലൈക്ക് ഏതെങ്കിലും ഫോക്കസ് ചെയ്ത് നോക്കാൻ അങ്ങനെ എന്തെങ്കിലും ഒരു സജഷൻസ് പറയാനുണ്ടോ? കെമിസ്ട്രി നല്ലോണം നോക്കിയിട്ട് വന്നാൽ മതി. കെമിസ്ട്രിയിലാണ് സ്കോറിങ്, അപ്പോൾ അത് നോക്കാം. ഒരു ഭാഗം വിടാതെ ഏകദേശം എല്ലാ ഭാഗത്തിൻ്റെ ഒരു ബ്രെയിൻ പോയിന്റർ എന്തെങ്കിലും ഉപയോഗിച്ച് ഫുൾ ഇക്വേഷൻസ് നോക്കി പോയാൽ തന്നെ കുറേ ഉപകാരം ഉണ്ടാകുന്നതാണ്. കുറച്ച് ഭാഗം വിടുമ്പോൾ ആ ഭാഗത്തിന് ചിലപ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും വരുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലായിരുന്നു. ഇത്തിരി അതിന് എളുപ്പം എല്ലാത്തിനും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ കെമിസ്ട്രി ടഫ് ആയിരുന്നു പറഞ്ഞ പോലെ ഇത്തവണ കെമിസ്ട്രി എളുപ്പമായി. എല്ലാം ഒരു പാറ്റേൺ നമുക്ക് പറഞ്ഞ് പിടിക്കാൻ പറ്റത്തില്ല. എല്ലാം ഏകദേശം നോക്കിയിട്ട് ബ്രെയിൻ പോയിന്റർ കുറച്ചുകൂടെ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് പോയാൽ നല്ലതായിരിക്കും എന്ന് പറയുന്നു. എല്ലാ ഭാഗം ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം? എക്സാം പൊതുവെ കുറച്ച് ടഫായിരുന്നു. കെമിസ്ട്രി എളുപ്പമായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫിസിക്സ് ചില ക്വസ്റ്റ്യൻസ് കുറച്ച് ലെവൽ കൂടി പോലെ തോന്നിയത് ടഫായിരുന്നു. മാത്സ് നല്ല ടഫായിരുന്നു. എങ്ങനെയാ കുറച്ച് ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ തോന്നിയോ? ലെങ്തി ആണ് ഓൾമോസ്റ്റ്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ലെങ്തി തന്നെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? മാത്സ് ടഫായിരുന്നു. കെമിസ്ട്രി കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സ് മോഡറേറ്റ്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സെന്ററിലെ ഫെസിലിറ്റീസും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രൊസീജിയേഴ്സ് എല്ലാം കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ പോയോ? സ്മൂത്ത് ആയിരുന്നു, കുഴപ്പമില്ല. അതുപോലെ തന്നെ കെമിസ്ട്രിയിലാണെങ്കിലും ഇനോർഗാനിക്കിൽ നിന്നാണോ ഓർഗാനിക്കിൽ നിന്നാണോ കൂടുതൽ ചോദ്യം ചോദിച്ചിരുന്നത്? എനിക്ക് രണ്ടീന്നും അത്യാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഓർഗാനിക്കും ചോദിച്ചിട്ടുണ്ടായി, പിന്നെ ഇനോർഗാനിക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഏതെങ്കിലും ഒരു ഫോക്കസ് പോയിന്റ് ഉള്ളതായിട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ്, സെക്കൻഡ് ഇയറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇല്ല അങ്ങനെ, അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്തെങ്കിലും തോന്നിയോ എക്സാം എഴുതിയപ്പോൾ? അല്ല, ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്ത പോലെയൊക്കെ ചോദിച്ചേക്കണേ. അങ്ങനെ എല്ലാം കവർ ചെയ്യുന്ന പോലെ തന്നെയാണ് ചോദിച്ചത്. അതെ. ഫിസിക്സ് ആണെങ്കിലോ? ഫിസിക്സ് അങ്ങനെ തന്നെയായിരുന്നു. കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റണമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പൊതുവെ ഫിസിക്സ് ആ സബ്ജക്റ്റ് നല്ല ടഫാണല്ലോ, അപ്പോൾ അതനുസരിച്ച് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ വരേണ്ടതായിരുന്നു. തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതോ ന്യൂമറിക്കൽ ആയിരുന്നോ കൂടുതലായിട്ടുണ്ടായിരുന്നത്? പ്രോബ്ലം ചെയ്ത് നോക്കേണ്ട ടൈപ്പില്ലേ, അതായിരുന്നു അത് തിയററ്റിക്കൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നോ കൂടുതലും? അത് അസേർഷൻ റീസൺ പോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇക്വേഷൻ ഒക്കെ വെച്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. സോ അപ്പോൾ നമ്മോടൊപ്പം JEE മെയിൻ സെഷൻ 2 ഡേ 3 ഷിഫ്റ്റ് 1 കഴിഞ്ഞ കുട്ടികളുണ്ട്. അവരുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നെന്നും അവരുടെ റെസ്പോൺസിലേക്ക് നമുക്കൊന്ന് പോവാം. സോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം?
എക്സാം ജെയ് സെഷൻ 1 എങ്ങനെയാണോ ചോദിച്ചത്, ഇത്ര ഷിഫ്റ്റ് ചെയ്യാനായിട്ട് എന്താണോ ചോദിച്ചത് ആ സെയിം മോഡൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്ന് നോക്കണേ. കെമിസ്ട്രി അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ഫിസിക്സ് ഭയങ്കര എളുപ്പം തന്നെയായിരുന്നു. മാത്സും അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള പോലെയൊക്കെ തോന്നിയോ? അത്യാവശ്യം കാൽക്കുലേഷനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള ചോദ്യങ്ങളായിട്ട് അത്ര ലെങ്തി അല്ല, എന്നാൽ കാൽക്കുലേഷൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? കെമിസ്ട്രി കുഴപ്പമുണ്ടായിരുന്നില്ല. കെമിസ്ട്രി ഏകദേശം എല്ലാ ക്വസ്റ്റിനും ചെയ്യാൻ പറ്റുന്നുള്ള ക്വസ്റ്റ്യനായിരുന്നു. ഫിസിക്സ് ചില ഒരു 2-3 ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് ആലോചിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വേഗം ചെയ്യാൻ പറ്റും. മാത്തമാറ്റിക്സ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ ചെയ്യാൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓവറോൾ എക്സാം ഒരു ഈസി ടു മോഡറേറ്റ് എക്സാം ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ടൈം മാനേജ് ചെയ്യാൻ പറ്റിയോ? ടൈം മാനേജ് ചെയ്യാൻ എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിൾ ആയതുകൊണ്ട് പിന്നെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും മാക്സിമം അറ്റൻഡ് ചെയ്തുകൊണ്ട് സമയം കുറച്ച് നമുക്ക് നേരം പോകും. പിന്നെ നെഗറ്റീവ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പീഡ് കുറച്ച് ചെയ്ത് ഓവറോൾ ടൈം മാനേജ്മെന്റ് കുഴപ്പമുണ്ടായിരുന്നില്ല. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എനിക്ക് എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സെഷൻ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യത്തെ സെഷനിൽ ഫിസിക്സ് കുറച്ചും കൂടി ഒരു ലെവൽ കൂടിയ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഏകദേശം എല്ലാ ക്വസ്റ്റനും ഡൂബിൾ ആയിരുന്നു. അതിനകത്ത് ആകെ 1-2 മാത്രമാണ് ഫിസിക്സിൽ കുറച്ചൊരു കുഴപ്പിക്കാനുണ്ടായിരുന്നത്. കെമിസ്ട്രി വെച്ച് പറയുകയാണെങ്കിൽ ട്രിക്കി ആയിരുന്നു അത്യാവശ്യം. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം ആലോചിച്ചാലും നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ കുറച്ച് കഷ്ടപ്പെടും. എന്നാലും കെമിസ്ട്രിയും ഡൂബിളായിരുന്നു. മാത്സിലേക്ക് വരുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ട് പരിചയമുള്ളതാണെങ്കിലും എന്താ പറയുക, ഇപ്പോൾ നമുക്ക് അറിയാം എങ്ങനെ തുടങ്ങണ്ടേ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാമെങ്കിൽ പോലും അത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കുറച്ച് പണിയുണ്ട്. അതൊരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് മാത്സിലെത്തുമ്പോൾ എനിക്ക് ടൈം മാനേജ്മെന്റ് വളരെ പ്രശ്നമായി. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് അത് ചെയ്ത് കുറേ സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. പിന്നെ അവസാനത്തോട്ട് കുറേ ക്വസ്റ്റ്യൻ എനിക്ക് പെട്ടെന്ന് നോക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് മാത്സിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ബാക്കി കെമിസ്ട്രിയും ഫിസിക്സും കുഴപ്പമില്ല. അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ ഓർഗാനിക് ഇനോർഗാനിക് അതിൽ ഏതാ വന്നത് കൂടുതലായിട്ടും? ഫിസിക്കല് കഴിഞ്ഞ ഷിഫ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഫിസിക്കലൊക്കെ കുറേ വന്നിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഷിഫ്റ്റിൽ അങ്ങനെ ഫിസിക്കൽ അത്ര ചോദിച്ചിട്ടില്ല. ബാക്കി ഇനോർഗാനിക്കും ഓർഗാനിക്കും അത്യാവശ്യം ഏകദേശം ഒരു ലെവലിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഒരു സാധാ മെയിൻസ് ലെവൽ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫിസിക്സ് ഓൺ ദ ഈസിയർ സൈഡ് തന്നെ ഇരുന്നു. ആകെ ഒരു 1-2 ക്വസ്റ്റ്യൻസ് അങ്ങനെ കുറച്ച് ചിന്തിക്കേണ്ടി വന്നിട്ടുള്ളൂ. കെമിസ്ട്രി കുറച്ച് ലെവലുണ്ടെന്ന് എനിക്ക് തോന്നിയത്. എന്നാലും ഏകദേശം എല്ലാം ഈസി ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. മാത്സിലാണ് നമുക്ക് ചെയ്യാറുള്ള ക്വസ്റ്റ്യൻസ് ഇരിക്കും മിക്കതും നല്ല കണ്ട് ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും. പക്ഷേ ചെയ്ത് വരുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. ഒക്കെ വളരെ ലെങ്തിയും സുഖമില്ലാത്ത നമ്പേഴ്സുമായിട്ടൊന്നും അവസാനത്തേക്ക് എത്താൻ കഴിയുന്നില്ല. ആ ഒരു പ്രശ്നം മാത്രം മാത്സിൽ വന്നിരുന്നത്. ടൈം മാനേജ് ചെയ്യാൻ പറ്റിയ ടൈം മാനേജ്മെന്റ് നമ്മൾ അവസാനത്തേക്കല്ലേ മാത്സ് വെക്കുക. അപ്പോൾ മാത്സ് ഇങ്ങനെ കിട്ടാതാവുമ്പോൾ ആ ഒരു അവസാനത്തേക്കൊന്ന് ചെറുതായിട്ട് പാനിക്കായി. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. മോഡൽ എക്സാംസ് എഴുതിയില്ലായിരുന്നു? മോഡൽ എക്സാംസിന്റെ പാറ്റേൺ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നോ? ഏകദേശം എവിടെയൊക്കെ കണ്ട പോലെ നമുക്ക് തോന്നുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എത്രത്തോളം ഹെൽപ്പ് ചെയ്തു ബ്രില്യന്റിന്റെ മോഡൽ എക്സാംസ്? ബ്രില്യന്റ് മോഡൽ എക്സാംസ് ടൈം മാനേജ് ചെയ്യാനും ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാനും സ്ട്രാറ്റജി ഉണ്ടാക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും വലിയ പ്രശ്നമല്ല. പക്ഷെ മാത്സ് നമുക്ക് അറിയുന്ന പോലത്തെ ക്വസ്റ്റ്യനാണ് നമുക്ക് തോന്നും. പക്ഷെ ചെയ്തു വരുമ്പോൾ കുറച്ച് ലെങ്തിയാണ്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഫിസിക്സും കെമിസ്ട്രിയും വലിയ പ്രശ്നമല്ല. ഏകദേശം എല്ലാം ഡൂവബിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. എക്സാമിന് മുന്നേ ഉണ്ടായിരുന്ന ഫെസിലിറ്റീസും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സ്മൂത്ത് ആയിട്ട് പോയോ? സ്മൂത്ത് ആയിരുന്നു, വലിയ പ്രശ്നമൊന്നുമില്ല. എല്ലാം സ്മൂത്ത് ആയിട്ട് പോയി. അതുപോലെ തന്നെ +1 +2 ടോപ്പിക്കിൽ ഏതാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ചോദിച്ചത്, അങ്ങനെ ഉണ്ടായിരുന്നോ? ഏകദേശം എല്ലാം ഉണ്ട്. എല്ലാം തന്നെ ഈക്വൽ എമൗണ്ടിലായിരുന്നു. 2 ഇയറിൽ നിന്ന് ഈക്വൽ ആയിട്ട് തന്നെയാണ് ചോദിച്ചത്. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.